ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ സെറ്റ് പൂക്കളും സംഭവങ്ങളൊക്കെ നമുക്ക് ഇടുന്ന ഒരു നല്ല വ്യൂ ആണ് നമുക്ക് ഇടുന്നത്. ദൂരെയുള്ള മലകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. ഉപകാരം എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല, ഒരു ചെറിയ സംഭവത്തിൽ നല്ല ഉപകാരമുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ക്രാഫ്റ്റ് മെറ്റീരിയലാണ്. ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ ഞാൻ മനസ്സിലാക്കാം. എടാ ഇപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ, ഇത് ചിലവർക്കൊക്കെ മനസ്സിലായി ഇതെന്താണ്, ചിലവർക്കൊക്കെ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അറിയുന്നവരും അറിയാത്തവരെല്ലാവരും ഈ വീഡിയോ കാണുക, മൊത്തം കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപകാരമൊക്കെ നമുക്ക് മനസ്സിലാക്കും. ഇന്ന് വെച്ചാൽ ഗമ്മൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഗമ്മൊന്നും ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഈ സംഭവം ഉണ്ടാക്കാൻ ഒരു A4 ഷീറ്റ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം ചെയ്യുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഈ സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ഫോൺ സ്റ്റാൻഡ്. അപ്പോൾ നമ്മളൊരു ഫോൺ എടുത്തിട്ടുണ്ട്, കണ്ടോ, ഇതിങ്ങനെ വെച്ച് കണ്ടോ, കറക്റ്റ് നമുക്കൊരു സെറ്റ് ഫോൺ സ്റ്റാൻഡാണ് കിട്ടുന്നത് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ കുറേ പേര് ഫോൺ നോക്കുമ്പോഴൊക്കെയും എല്ലാം നമുക്ക് കൈ പിടിക്കാണ്ട് കറക്റ്റ് ഒരു നല്ല സ്റ്റാൻഡിൽ, അതും A4 ഷീറ്റ് മാത്രം മതി. ഇത് നമുക്ക് ഗമ്മോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ മാറ്റി വെച്ച്, അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു A4 ഷീറ്റ് എടുക്കണം. ഒരു സെറ്റ് A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ A4 ഷീറ്റില്ലേ ഒരു ഇച്ചിരി ഇതാക്കാൻ പോവാണ്, എന്താ ഒരു സ്ക്വയർ ആക്കാൻ പോവാണ് ഗൈസ്. സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരറ്റം എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, നമ്മളിങ്ങനെ ചെറുതായിട്ട് ഫുള്ള് മടക്കരുത്. ഫുള്ള് മടക്കി നമ്മൾ അതിൻ്റെ ഡിസൈൻ പോകും. എന്നിട്ട് നമ്മൾ ഈ ഭാഗം എടുത്തിട്ട് ഈ ഭാഗമാണ് നമ്മൾ വെട്ടിക്കളയേണ്ടത്, എന്നാലും നമുക്ക് സ്ക്വയറായി കിട്ടുകയുള്ളല്ലോ. അപ്പം നമുക്ക് ആദ്യം നമ്മളൊരു സ്ക്വയർ ആക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര കറക്റ്റ് ആകുന്നു നമ്മുടെ കട്ടിങ് ഒക്കെ, അത്രയും നമുക്ക് നല്ലൊരു ഫോൺ സ്റ്റാൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനാദ്യം കട്ട് ചെയ്യട്ടെ. ഞാനൊരു സ്റ്റീൽ സ്കെയിലാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടി. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്താണ്ടായി. അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്ക്വയർ A4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം എന്നിട്ട് നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ അറ്റം പിടിച്ചിട്ട് നമ്മൾ നടുക്കുന്ന ഒരു മടക്ക് മടക്കണം. നമ്മൾ സ്ക്വയർ A4 ഷീറ്റ് ആക്കുക, എന്നിട്ട് നടുക്കുന്ന ഒരു മടക്ക് മടക്കുക. എല്ലാം നല്ല കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എത്ര കറക്റ്റ് ആകുന്നോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടും. കറക്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മടക്കി, ഓക്കെ, അത് തുറക്കുക. തുറന്നിട്ടത് ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ നടുവ് വരെ ഇങ്ങനെ മടക്കുക. ഇതിങ്ങനെ. അപ്പോൾ ഒട്ടാരെ നമ്മളെല്ലാവരും ഇത് കറക്റ്റ് മടക്കണേ. എന്തെങ്കിലും പ്രശ്നമായാൽ പിന്നെ നമുക്ക് ഈ മടക്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ നമുക്ക് സ്റ്റാൻഡിൻ്റെ ശക്തി പറയും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ ഭാഗവും അങ്ങനെ തന്നെ മടക്കുക, പകുതി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇതാക്കി നടുക്ക് നമ്മളിങ്ങനെ രണ്ട് മടക്കി, എന്നിട്ട് നമ്മളിത് എടുക്കുക. ഇതെടുക്കിയിട്ട് ഇതിൻ്റെ നടുവ് ഇങ്ങനെ മടക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് വെക്കാം. കറക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ നടുവെന്ന് ഇങ്ങനെ മടക്കുക, കറക്റ്റ് ചുളുങ്ങാണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടോ, അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ നടുക്കുന്ന് മടക്കി, എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കാം. ഇതിന് ഗമ്മോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ, പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കും ഗൈസ്. അപ്പം ഇത് വീഡിയോ മൊത്തം ശ്രദ്ധിച്ചാണ്. ഇച്ചിരി മടക്കുന്നതിനൊക്കെ ഇച്ചിരി പ്രശ്നം കാണും, അപ്പോൾ ശ്രദ്ധിച്ചാണ്. ഇനി അപ്പുറത്തെ ഭാഗവും നമുക്ക് അതേപോലെ തന്നെ മടക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറത്ത് കിട്ടി. അത് ആ ഭാഗവും അതേപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ രീതിയിൽ ഇതിങ്ങനെ ട്രയാങ്കിൾ രീതിയിലാക്കുക. പിന്നെ അങ്ങനെ പുറകിലേക്ക് ആക്കിയിട്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് അതേപോലെ തന്നെ ആക്കാം. ഇതല്ല എൻ്റെ ഐഡിയ ഒന്നുമല്ല,
നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് ഗൈസ്, അവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഐഡിയ ആണ്. അപ്പോൾ അവർ സെറ്റ് ഐഡിയ ഒക്കെ പറഞ്ഞു തരുമ്പം നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നിങ്ങൾക്ക് നല്ല ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കി എല്ലാ സൈഡും മടക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ ആക്കുന്നു ഗൈസ്. നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്നിട്ട് ഇത് ഈ പൊന്തിക്കുന്ന സ്ഥലമില്ല, ഈ പൊന്തിക്കുന്ന ഭാഗം നമ്മളിത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെ ആവുന്നത് നമ്മൾ ഇത് കണ്ടോ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗമൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുക. കറക്റ്റ് ഉണ്ട് ഇങ്ങനെ ആവാം. നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഞാൻ അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം നമ്മളിത് ഇങ്ങനെ എടുത്ത സംഭവമല്ലേ, ഇങ്ങനെ എടുത്താണ് നമ്മളിതൊക്കെ മടക്കി ഇങ്ങനെ നേരെ പിടിച്ചു. എന്നിട്ട് ഇതിങ്ങനെ പൊന്തിക്കുന്നില്ല, പൊന്തിക്കുന്ന ആദ്യം നമ്മൾ ഉള്ളിലേക്ക് മടക്കി. ഓക്കെ, മടക്കി. എന്നിട്ട് നമ്മളിത് ഈ ഭാഗം മൊത്തം എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുന്നു. ഇതേ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഷേപ്പ്. എന്നിട്ട് ഇതിൻ്റെ മേലത്തെ ഈ കോണില്ലേ, ഈ കോണ് ഇവിടെ നമ്മൾ തട്ടിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മടക്കാം. അപ്പോൾ അവിടെ മടക്കി ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ശക്തിയിൽ ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ മടക്കിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളാക്കി. ഇനി നമുക്ക് ഇതൊക്കെ മൊത്തം തുറക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്ടോ ഗൈസ്, നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയറിൻ്റെ ഷേപ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ ഒരു സ്ക്വയർ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടോ ഒരു സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ ആ മടക്കുകളൊക്കെ ഒന്ന് കട്ടിയിലാക്കാം. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ സ്ക്വയറിൻ്റെ ഓരോരോ മടക്കെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ വരയാം. കണ്ടോ ഒരു സ്ക്വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ കണ്ട ഈ മേലത്തെ ഭാഗം മാത്രം എടുക്കുക. ദേ ഇതിങ്ങനെ. എന്നിട്ട് നമ്മളിതേ ഇതിങ്ങനെ മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ, കുഴിയുള്ള ട്രയാങ്കിൾ വരെ കിട്ടും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളിതേ ഇതിങ്ങനെ ഉള്ളതാണ്. ഈ ഭാഗം ഇങ്ങനെ വെക്കുക. ഈ മേലത്തെ ഭാഗം മാത്രം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് ഉള്ളിലത്തെ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. പുറത്തൊരു ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ മടക്കി വെച്ച ട്രയാങ്കിൾ നമ്മൾ ഇത് ഉള്ളിലേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ മെല്ലെ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തുക. ചെറിയതായിട്ട് ചുളുങ്ങൊക്കെ ചെയ്യുക, ഒന്നും പേടിക്കണ്ട, അതങ്ങനെ കാണും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ട്രയാങ്കിൾ നമ്മുടെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ മെല്ലെ 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 നമുക്ക് റെഡിയാക്കി എടുക്കാം. ഗൈസ് ഇതുണ്ടോ നമ്മുടെ ട്രയാങ്കിൾ അത്യാവശ്യം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഒരു കുഴിയുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. വേണ്ട ഒരു കുഴിയുള്ള ഒരു ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ ഉള്ളുഭാഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, പിന്നെ ഈ ഭാഗം അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൻ്റെ പുറകു ഭാഗം ഇങ്ങനെ എടുക്കാം. പുറകു ഭാഗത്ത് എടുത്തിട്ട് നമ്മൾ ഈ ഭാഗം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തിൻ്റെ ഇതിങ്ങനെ പൊന്തിക്കുക. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപോലെ തന്നെ ഇതിങ്ങനെ മടക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഴിയുള്ള ഭാഗം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. കണ്ടോ സംഭവം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? കണ്ടോ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല അത്യാവശ്യം സ്ട്രോങ് ആണ്. നമുക്ക് കാണുമ്പോൾ തോന്നും വലിയ സ്ട്രോങ് അല്ല, പക്ഷെ നമ്മൾ കണ്ടോ ഒരു ഫോൺ എടുത്ത് വെച്ചാൽ കണ്ടോ കറക്റ്റ് ഇങ്ങനെ ഇരിക്കും. കണ്ടോ ഇത് നമ്മുടെ ലോകത്തുള്ള ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഈ ഷേപ്പ്. അപ്പം ഈ ഷേപ്പിന് പേരൊന്നും എനിക്കറിയില്ല. കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഫോൺ നന്നായിട്ട് ഇരിക്കും. ഓക്കെ, പിന്നെ ഈ കുഴിയിൽ എനിക്ക് വേണമെങ്കിൽ മിച്ചറൊക്കെ എടുത്ത് നൈസിൽ ഫോൺ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് തിന്നാം. മിച്ചർ ഇടാനുള്ളതൊന്നല്ല എന്നാലും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫോൺ സ്റ്റാൻഡ്. കണ്ടോ അടിപൊളിയല്ലേ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഫോൺ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിന് ഒരു നല്ല ഗുണമുണ്ട് ഗൈസ്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ പോക്കറ്റിലും കൊണ്ടാകാം ഗൈസ്. അപ്പം ഇങ്ങനെ നമുക്ക് പോക്കറ്റ് വെക്കാൻ പറ്റില്ല, ഭയങ്കര തടിച്ചാണ്. പക്ഷെ ഇത് പോക്കറ്റ് കൊണ്ടാൽ ഇത് നമുക്ക് മടക്കാൻ കഴിയും. ഫസ്റ്റ് നമ്മൾ എന്താണ് പറയുക, ഇങ്ങനെ ഇരിക്കുന്നൊരു ഇതല്ലേ, ഇത് നമ്മളിങ്ങനെ നടുക്ക് ഇങ്ങനെ മടക്കുക. അപ്പം ഇങ്ങനെയാവും. പിന്നെ ഈ രണ്ട് ഭാഗവും താഴേക്കാക്കുക. ഇതുണ്ടോ
ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് ഇത് മാറും. ഇതുണ്ടോ ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക്. അപ്പോൾ ഈ ഡയമണ്ട് ഷേപ്പ് സാധനം കൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് സുഖമായിട്ട് കൊണ്ടാ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ മെയിൻ ഉപകാരം. ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന സാധനം നമ്മളിങ്ങനെ നടുക്കുന്ന മടക്കുക, ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്കിതൊരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഉപകാരം ഇതിൻ്റെ. അപ്പോൾ നമുക്ക് പോക്കറ്റിലിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടാകാം. പിന്നെ നമുക്ക് എവിടെയൊക്കെ നമ്മൾ ഫോൺ കൈപ്പിടിക്കാനോ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു കാര്യമാണ്. എനിക്കിത് വളരെ ഒരു ഉപകാരമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾക്കും തരുന്നത്. അപ്പം ഇതെല്ലാ ഐഡിയ എൻ്റെ ഒന്നല്ല ഐസ്. ഇതെൻ്റെ കൂട്ടുകാർ കുറേ പേര് ഇങ്ങനെ ഓരോരോ ഐഡിയകൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഓക്കെ. അപ്പം ഈ നമ്മുടെ ഫോൺ സ്റ്റാൻഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ വെക്കുക. പിന്നെ ഇങ്ങനത്തെ ഉപകാരമുള്ള വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർക്ക് എല്ലാം എളുപ്പമായിട്ട് എല്ലാം ചെയ്യാനൊക്കെ അവർക്കും പറ്റും. അപ്പം ഇങ്ങനത്തെ അടിപൊളി വീഡിയോസുമായി നമുക്കിനി പിന്നെ കാണാം. അപ്പം അതുവരെ ഗുഡ് ബൈ.